Hi friends, Ummies Food in മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയല്ലോ. അത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണം അത്ര ടേസ്റ്റിൽ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനെ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കോഴിമുട്ട, 2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, അതല്ലെങ്കിൽ സുർക്കായാൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മിനിമം ഒരു 5-6 മണിക്കൂർ. ഒരു ദിവസം മുമ്പ് വെച്ചാൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി കോട്ടിങ്ങിനുള്ള മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ. ഇനി നമുക്കിതെല്ലാം കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കോട്ട് ചെയ്തെടുക്കണം. ഇനി ചെയ്യേണ്ടത് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചൂടായ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി മെൽറ്റ് ചെയ്ത ബട്ടർ നമ്മുടെ ഫ്രൈഡ് ചിക്കനിൻ്റെ മേലിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ബട്ടറിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.